ദൈവം ഉണ്ടായ പാടെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടോ കുഞ്ഞിപ്പെണ്ണിനെ നിർഗുണ്ടാലും ഞാൻ ഇതാടെ പോലെ അങ്ങനെ പാമ്പരിടണം, ഉടുപ്പിടണം, സടിയിടണം. പൊട്ടുകുത്താൻ പോട്ടോ. അയ്യോ കുഞ്ഞിപ്പെണ്ണിന്റെ തല ഈ ടർക്കിയും കൊണ്ടാട്ടോ തോർത്തുന്നത്. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് കുഞ്ഞിപ്പെണ്ണാണ്. നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ ഒരു മേക്കപ്പ് ആണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കുഞ്ഞിപ്പെണ്ണാണ് ഉറക്കെണീച്ച് കുളിച്ച് സെറ്റായി കുഞ്ഞിപ്പെണ്ണൊന്ന് ഒരുക്കി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. എണീച്ച് വന്ന് ഇവിടെ കൂടെ കളിക്കായിരുന്നു കേട്ടോ. അപ്പൊ രാവിലെ തന്നെ എണീച്ച് കുഞ്ഞിപ്പെണ്ണ് പേപ്പറും കൊണ്ട് കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുഞ്ഞിപ്പെണ്ണിനെ ഫസ്റ്റ് കുളിപ്പിക്കണം കേട്ടോ. രാവിലെ കുളി കഴിഞ്ഞാൽ തന്നെ അവളൊരു ഉഷാറാവും. വേഗം കുളിപ്പിച്ചിട്ട് വരാം കേട്ടോ കൂട്ടുകാരെ. വേഗം കുളിപ്പിച്ചിട്ട് കാണാം. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് നടുക്കുളിച്ച് വന്നിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണിയുടെ ആളെ വിടുപ്പാട്ടോ ഇത്. കുഞ്ഞിപ്പെണ്ണ് എടുത്ത് നോക്കുന്നുണ്ടേ. കുഞ്ഞിപ്പെണ്ണിന്റെ പാമ്പർ അവിടെ ഉണ്ട്. എന്തൊക്കെ ഇരാമോനെ വെച്ച് ഉപ്പായി ജനം ക്രീം തേക്കണം. അതേപോലെ കൂട്ടുകാരെ, കുഞ്ഞിപ്പെണ്ണിന് ഡ്രൈ സ്കിൻ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ഇവിടെ വന്ന സമയത്ത് ഭയങ്കര ഡ്രൈ സ്കിൻ ആയിട്ട് നമ്മൾ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ. അതിന് നമ്മൾ സ്കിന്നിന്റെ ഡോക്ടറിനെ കാണിച്ചിട്ട് നമുക്ക് ഡോക്ടർ ഒരു ക്രീം ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ക്രീമാണ് കേട്ടോ കുഞ്ഞിപ്പെണ്ണ് തേക്കുന്നേ. കുളിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബേബീസിന് എന്താ പറയാ ഇങ്ങനെ TV കാണുന്നതിനനുസരിച്ച് മേടിക്കരുത്. കാരണം ഓരോരുത്തരുടെ സ്കിൻ ടൂൺ വേറെ വേറെയാണ്. അപ്പൊ കുഞ്ഞിപ്പെണ്ണിന് ഭയങ്കര ഡ്രൈ സ്കിൻ ആയിരുന്നു. അപ്പം അവക്ക് പറ്റുന്നത് ഇത് മാത്രമാണ്. ഇതില് ട്യൂബും ഉണ്ട്. ഇതിലിങ്ങനെ ഇങ്ങനെ ഞെക്കുമ്പോ വരുന്നത് കൊണ്ട് ട്യൂബ് ഒക്കെ പിടിക്കുന്നില്ല. ഇങ്ങനെ പ്രസ് ചെയ്ത് വരുന്ന ക്രീം പിടിക്കുന്നുള്ളൂ. അപ്പൊ രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ എന്താന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനെ കണ്ടിട്ടില്ല. ഞാൻ ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ കുഞ്ഞിന് സ്കിന്നിന് കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാ മരുന്ന് തേക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാ മാറിയോ എന്നൊക്കെ. മാറിയിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ വ്യത്യാസമുണ്ട് കേട്ടോ. അല്ല ഞാൻ വേറെ ഒരു ഇതും വേണ്ട കേട്ടോ. ഈ ഒരു ക്രീം മാത്രം നമ്മൾ ഇപ്പൊ ഇടുന്നുള്ളൂ. ആ ക്രീം അല്ലാണ്ട് കുഞ്ഞിപ്പെണ്ണി യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ പൗഡറാണ് കേട്ടോ. ഇത് പക്ഷെ നമ്മളിങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. വല്ലാണ്ട് അലർജി കളർ ആവുമ്പോഴേ യൂസ് ചെയ്യണ്ടുള്ളൂ. ബോഡിയിൽ എവിടെയും റെഡ് കളർ വല്ലതും വരുവാണെങ്കിൽ നമ്മൾ ഈ പൗഡർ യൂസ് ചെയ്യും കേട്ടോ. ഞാൻ കളിക്കാൻ കൊടുക്കട്ടോ. അത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പെണ്ണ് ഒരുക്കുന്ന സമയത്ത് കുഞ്ഞിപ്പെണ്ണ് കയ്യിൽ എന്തെങ്കിലും സാധനം കൊടുക്കണം. എന്നാൽ കുഞ്ഞിപ്പെണ്ണ് നേരെ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് രാസനാദിപ്പൊടി കേട്ടോ. രാസനാദിപ്പൊടി ഇപ്പോഴും കേട്ടോ. അതിന്റെ ഒരു മണം നല്ല രസമല്ലേ രാസനാദിപ്പൊടിനെ വേണം. അപ്പൊ രാസനാദിപ്പൊടി ഇട്ട് കൊടുക്കാം കുഞ്ഞിപ്പെണ്ണിന്. അപ്പൊ കുഞ്ഞിപ്പെണ്ണിന്റെ തല ഈ ടർക്കിയും കൊണ്ടാട്ടോ തോർത്തുന്നത്. ഇതിനാകുമ്പോ നല്ലപോലെ വെള്ളം പിടിച്ചോളും. കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്കിപ്പോ തല. അത് കാരണം കുഞ്ഞിപ്പെണ്ണിന്റെ തല നല്ല തോർത്തെടുക്കണം. കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ആദ്യം നല്ലോണം തോർത്തു. അത് കഴിഞ്ഞിട്ട് രാസനാഥ് ഇടുന്നതിന് മുന്നേ ഒന്നുകൂടെ ഇത് വെച്ചിട്ട് തോർത്തു കേട്ടോ. നല്ലോണം ഡ്രൈ ആക്കും തുടച്ച് കണ്ടാ. വെള്ളം ഇരുന്നാലേ പിന്നെ ഇപ്പൊ ആ നമ്മുടെ സാധാ തോർത്തിന് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെവി ഇങ്ങനെ നൂലിങ്ങനെ കുടുങ്ങും. കമ്മലുള്ളതുണ്ട്. നമ്മള് കമ്മല് കുത്തിയില്ലേ കുഞ്ഞിപ്പെണ്ണിനെ. അപ്പൊ അതിനുശേഷം നമ്മള് സാധാ തോർത്തുകൊണ്ട് നൂലുള്ള തോർത്തും കൊണ്ടാക്കുമ്പോ ഭയങ്കര വേദനയായിരിക്കും അവക്ക്. അപ്പൊ ഞാനിങ്ങനെ തോർത്ത സമ്മതിക്കാത്തപ്പോ ഒളിച്ചേ കൈ ബേബി ഒളിച്ചേ കുഞ്ഞിപ്പെണ്ണ കുപ്പി വെച്ച് കടിച്ചോണ്ടിരിക്കുക കേട്ടോ. കണ്ടോ ചമ്പാഞ്ഞേ ഒളിച്ചേ ഒളിക്ക് ഒലിക്ക് ഒലിച്ചേ ഒലിച്ചേ കുഞ്ഞിപ്പെണ്ണ് എന്റെ പോലോ ഒളിച്ചേ ഒളിച്ചേന്റെ തേ എന്ന് പറയൂട്ടോള്. അപ്പൊ തന്നോണം തോർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് രാസനാഥ് ഇട്ട് കൊടുക്കാവേ. അപ്പൊ രാസനാഥ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് വേണേ കുഞ്ഞിപ്പെണ്ണ എടുക്കാൻ വേണ്ടിട്ടാണേ. അപ്പൊ കൂട്ടുകാരെ, കുഞ്ഞിപ്പെണ്ണ് നിർഗന്തലയിലാണ് നമ്മള് നമ്മുടെ രാസനാദിപ്പൊടി ഇടുക. നിർഗന്തല ഇപ്പൊ വളർന്ന് എവിടെ എത്തി തൊട്ട് നമുക്കറിയാലോ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അവിടെ ഉറച്ചിട്ട് ഇപ്പോഴും ഉറച്ചിട്ടില്ല കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു എന്താ പറയാ തലയോട്ട് ഇങ്ങനെ ബൾബിൾന്നുണ്ടാവും. അത് പിടിച്ച് ഞെക്കൊന്നും ചെയ്യരുത്. നമ്മൾ തൊടുമ്പോ തന്നെ അവിടെ ഒരു എന്താ ഹൃദയടിപ്പില്ല, തലയിലുണ്ടാവും കേട്ടോ. അത് അവിടെയാണ്. അപ്പൊ അവിടെ ഇട്ടിട്ടുണ്ട് ഞാൻ രാസനാഥി. അത് കറക്റ്റ് ഞാൻ വിചാരിച്ചു ദൈവം ഉണ്ടായ പാടെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടോ കുഞ്ഞിപ്പെണ്ണിനെ നിർഗുന്നാലും ഞാൻ നിർഗെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇച്ച പറഞ്ഞു ഇവിടെയാ ഇതാണ് നിർഗെന്ന്. ഈ ഇവിടെ ഉള്ള ഒരു കുഴിയില്ലേ, ഞാൻ ഓർക്കുന്നുണ്ട് എന്നെ പറഞ്ഞു പറ്റിച്ചത്. എന്നിട്ട് ഞാൻ അവിടെ രാസനാഥ് ഇട്ടുകൊണ്ടിരുന്നു. അപ്പൊ ആണ് കുഞ്ഞേച്ചി പറഞ്ഞത്
ഇങ്ങനെ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അവിടെ ഹൃദയടിപ്പ് ഉണ്ടാവും പറഞ്ഞു. ഞാൻ നോക്കിയിട്ടല്ല തലയിൽ എവിടെ ഹൃദയം ഇടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ അന്ന് ഇങ്ങനെ താഴെ ആയിരിക്കില്ലേ, ഏറ്റവും താഴെ ആയിരിക്കും കേട്ടോ. എനിക്ക് മനസ്സിലാവണ്ട. ഞാൻ തൊട്ടോക്കിട്ട് അയ്യോ കുഞ്ഞിപ്പെണ്ണില്ലാന്ന്. പുറകിന്ന് മുന്നോട്ടാ വരിക, തലേന്റെ പുറകിന്നല്ലേ മുന്നോട്ട് വരുന്നേ? അല്ലടാ ഇവിടുന്ന് ഇങ്ങോട്ട് പോയി. ഇവിടെയായിരുന്നു ആദ്യം തറ്റത്ത്, ഇന്നിപ്പൊ ഇവിടെ എത്തി. നമ്മുടെ നിറുന്നല്ല എവിടെയാ? നിന്റെ എവിടെയാ? എനിക്കില്ലടാ. നിനക്കും ഇല്ല. കുഞ്ഞിപ്പെണ്ണ അപ്പൊ കുപ്പി കെട്ടിപ്പിടിച്ച് കിടക്കോട്ടോ. ഇനി ക്രീം ഇട്ട് കൊടുക്കുന്നു. ഇനി ക്രീം ഇട്ട് കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പെണ്ണിനെ ഉടുപ്പിടിക്കും. കുഞ്ഞിപ്പെണ്ണ് ബാത്റൂമില് കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ പീ ചെയ്യൂട്ടോ, മൂത്രയ്ക്കും. അപ്പൊ പിന്നെ അത് കാരണം ധൈര്യമാണ് കട്ടിലെ കിടക്കുന്ന മുള്ളൂല എന്നുള്ളത്. അതാണ് ഇങ്ങനെ കിടത്തിയെ. അപ്പൊ ക്രീം പെട്ടെന്ന് തേച്ച് കൊടുത്താൽ നമ്മൾ പെട്ടെന്ന് തന്നെ പാമ്പർ ഇടും. അതാണ് അടുത്ത ലക്ഷ്യം. പാമ്പർ ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യലും പരിപാടികളൊക്കെ കേട്ടോ. അപ്പൊ കാലിലുണ്ട് ക്രീം ഇങ്ങനെ ഇട്ട് നല്ല സെറ്റാക്കി കൊടുത്ത് കാലിലും കയ്യിലും മേലും മൊത്തം ഇട്ട് കൊടുക്കൂട്ടോ. ക്രീം കുറച്ച് ചെറിയൊരു കോട്ടിങ്, അധികം കട്ടിയില്ല, ചെറിയൊരു ലെയർ ലൈറ്റ് ആയിട്ട് കൊടുക്കുള്ളൂ കേട്ടോ. പാമ്പരിടണം, ഉടുപ്പിടണം, സടിയിടണം. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത കുഞ്ഞിപ്പെണ്ണ് പെട്ടെന്ന് സ്കിന്നിനെ അഫക്ട് ചെയ്യും കേട്ടോ. ഈ ചൂട് വന്നാല് ചെറുതായിട്ട് ചുമപ്പ് വരുന്നുണ്ട്. പാമ്പറിടുന്നതിന്റെ കേട്ടോ. പാമ്പറിടുന്നതിന്റെ അല്ല, അവളുടെ കുപ്പി പൊന്തുന്നില്ല. ഉരുണ്ട് ക്രീം കയ്യിലാക്കിയതാണ് ഉരുണ്ടുരുണ്ട് പോവുക. അങ്ങനെ ചക്കിച്ച് കുച്ചി പാമ്പരിറ്റേ. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് നമ്മുടെ പാമ്പറൊക്കെ ഇട്ട് കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഉടുപ്പൊടിപ്പിച്ച് ബാക്കി പരിപാടി നോക്കാം. അങ്ങനെ ഉടുപ്പൊക്കെ ഇട്ട് കുഞ്ഞിപ്പെണ്ണിന് സമ്മർ ഉടുപ്പ് ഇതാണ് കേട്ടോ കുഞ്ഞിപ്പെണ്ണിന് പാകം. അത് എല്ലായിടത്തും കൂടെ കാറ്റ് ഒരുക്കുള്ളൂ. അവളാണ് കംഫേർട്ട് ആട്ടോ. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് സമ്മർ ഉടുപ്പാണിത്. അപ്പൊ കുഞ്ഞേച്ചി മേടിച്ചോണ്ട് വന്നതായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ അവക്ക്. സടിയാക്കില്ല അവക്ക്. കുഞ്ഞിപ്പെണ്ണിന്റെ കുഞ്ഞി നിക്കറാട്ടോ. അത് ഇട്ടിട്ട് ഈ കളറ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ അപ്പൊ ഈ ജനലിനകത്തേക്ക് പിടിച്ച് കയറാനൊക്കെ നോക്കുന്നുണ്ടേ. ഇപ്പൊ ഏതാ പരിപാടി? സ്ഥിരം പരിപാടി. ജനലിൽ പിടിച്ച് തൂങ്ങി കയറുക, ഇങ്ങനെ പടച്ച് കണ്ട് കയറും കേട്ടോ. കണ്ടല്ലേ ഇവിടം വരെ കയറും, ഇവിടേക്ക് പിടിക്കും, എന്നിട്ട് കാലെടുത്ത് ഈ ആദ്യത്തെ പടിയിട്ടൊക്കെ വെക്കും. അതാണ് കുഞ്ഞിപ്പെണ്ണിന്റെ പരിപാടി. സ്കൈ ബേബി അപ്പൊ ഉടുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞട്ടോ. ഉടുപ്പ് ഇട്ട് കഴിഞ്ഞ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്താണെന്നുണ്ടാ, പുറത്തേക്ക് ബെക്കൂന്ന് നോക്കുന്ന കേട്ടോ. കൂട്ടിൽ കണ്ടോ, കൂട്ടി ബക്കാടി കിടക്കുന്നേ. ജനൽ ഓർന്ന് കൊടുത്തേ, ജനൽ ഓർന്ന് കൊടുത്ത കുഞ്ഞിപ്പെണ്ണാണ്ടാ. കുഞ്ഞിപ്പെണ്ണി കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കുറച്ചിരിക്കും. അപ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് പരിപാടി റോട്ടിൽ കൂടെ വണ്ടി പോകുന്നത്. ഇപ്പൊ പിള്ളേരുണ്ടാവൂലേ ഇവിടെ തന്നെയല്ല നിക്ക. സ്കൂള് വിട്ട് വരുന്ന പിള്ളേർ ഇവിടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. ഉള്ളവര് ഇവിടെ നിന്നിട്ട് ബസ് കയറുക. അപ്പൊ അവരൊക്കെ വിളിച്ചത് ടാറ്റ കൊടുക്കൂട്ടോ. പിള്ളേരും ടാറ്റ കൊടുക്കോ. എന്താ നോക്കണേ? കണ്ടോ അവള് നോക്കുന്ന കണ്ടോ, കുഞ്ഞു കുഞ്ഞു സാധനം. അപ്പൊ നമ്മൾ കുളിച്ച പാടെ തല ചീവി കൊടുക്കരുത് എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കോതി കൊടുക്കും. തല ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കൊടുക്കും. തല അപ്പാട് ചെയ്യാല് മുടിക്ക് കേടല്ലേ. അതിന് ഇപ്പൊ ആണേലും മുടിയൊന്നും ചീവി ക്ലിപ്പിടാനൊന്നും എനിക്ക് പേടിയാട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിലും കുഞ്ഞിപ്പെണ്ണ അതെടുത്ത് തിന്നും, വായിലെടുത്തിടും കേട്ടോ. ആ ക്ലിപ്പില്ലേ, എന്താ സ്ട്രോബെറിന്റെ അതേപോലെ തന്നെ ആ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകൾ, അതൊക്കെ അവൾ എടുത്തിട്ട് വായിലിടും. അത് ഇട്ട് കൊടുക്കാൻ ഭയങ്കര സീന. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് ഇത് കാണിച്ചു കൊടുക്കാട്ടോ. കളർ പൊട്ട് പൊന്നുത്സവത്തിന് അപ്പൊ ഇത് അവക്ക് കൊടുക്കും ഞാൻ. എന്നാലും അവിടെ നിക്കോളൂ കേട്ടോ. അതെ കിടക്കൂ. കുഞ്ഞിപ്പെണ്ണ് പൊട്ടൊക്കെ തൊടുമ്പോ നല്ല അടങ്ങിയിരിക്കുവേ, പക്ഷെ കണ്ണെഴുതാൻ സമ്മതിക്കില്ല. കുഞ്ഞിപ്പെണ്ണ് പൊട്ട് വിടാൻ വേണ്ടി പോവാണേ. ഇനി ഏത് കളർ ഇടുന്ന കുഞ്ഞിപ്പെണ്ണ്? റോസാ? റോസ് ഉടുപ്പല്ലേ? ആ ഇപ്പൊ റോസ് ഉടുപ്പായോണ്ട് റോസ് പൊട്ട് കുത്താൻ പോവാട്ടോ. എന്തോ പറയുന്നുണ്ടേ, മൂളുന്നുണ്ടേ കുഞ്ഞിപ്പെണ്ണ്. അയ്യോ തെളിയുന്നില്ലല്ലോ. മതി. കൊച്ചു 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 ഇങ്ങനെ കുഞ്ഞു ബെക്കു പപ്പ ഇങ്ങനെ എന്താ ബെക്കുവിനെ കണ്ടു വിളിച്ചതാട്ടോ. അത് പിന്നെ അവള് എനിക്കിങ്ങനെ കാണിച്ചെന്ന്. ബെക്കു വാടാ, പിടിച്ചോടാ കുഞ്ഞിപ്പെണ്ണെ, പിടിച്ചോടാ. ബെക്കു വാടാ, ബാ 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 ബാ. ടെൻഷനായി.
ബെക്ക് കൂട്ടി കിടക്കുമല്ലേ? ചെലപ്പോ എടാന്ന് വിളിക്കട്ടോ, ചെലപ്പോ ബെക്കു ചേട്ടാന്ന് വിളിക്കും. ബെക്കു ചേട്ടാന്ന് വിളിക്കും. ചേട്ടാ. അപ്പൊ റസ്ക് കൊടുക്കാൻ നേരത്ത് കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ടുപോട്ടോ. പിന്നെ റസ്ക് കൊടുക്കാൻ സമ്മതിക്കില്ല, അവക്കിത് വേണം വായിലിടാന്. അപ്പൊ കൂട്ടുകാരെ സാമ്പ ഇവിടെ വമ്മ പരിപാടി കേട്ടോ. നമ്മുടെ പുതിയ ചിക്കൻ പിക്കിളിന്റെ ലോഗോ ഡിസൈൻ ചെയ്തോണ്ടിരിക്കട്ടോ സാമ്പോ. അല്ല, ലോഗോയിലെ സ്റ്റിക്കർ ഡിസൈൻ ചെയ്തോണ്ടിരിക്കാണ്. സാമ്പോ വെട്ടല്ലോ ഇരുട്ടായിട്ടിരിക്കുന്നുണ്ടോ നിന്നെ കാണാൻ? നോക്കട്ടെ, ഇങ്ങോട്ട് ചീച്ചേ, ഒന്നുകൂടി ചീച്ചേ, ഇങ്ങോട്ടോ ഇടിച്ചിരി. ആ, ഇപ്പൊ രസമുണ്ട്. അപ്പൊ പുതിയ കുപ്പി ആയത് കാരണം പുതിയ ലോഗോ വേണം. അതേപോലെ ചിക്കൻ അച്ചാർ നമ്മൾ ആദ്യമായിട്ടാണ് അയക്കാൻ പോകുന്നത്, അപ്പൊ അതിനും ലോഗോ വേണം. അപ്പൊ കൂട്ടുകാരത് കുഞ്ഞിപ്പെണ്ണ് അങ്ങനെ ഒരുങ്ങി ഫുഡൊക്കെ കഴിച്ചു എന്ന് പറയാൻ കുറച്ച് 2 സ്പൂൺ കുറുക്ക് കഴിച്ചിട്ടുണ്ട്. രാവിലെ കുറുക്ക് കഴിക്കില്ലെങ്കിൽ പിന്നെ ഇഡ്ഡലിയോ സാമ്പാറോ അങ്ങനെ കൊടുക്കുന്നു. ഇഡ്ഡലി ദോശയൊക്കെ കൊടുക്കാൻ നമ്മുടെ കൂട്ടുകാർ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതൊക്കെ ട്രൈ ചെയ്തു കേട്ടോ കൂട്ടുകാരെ. ഇഡ്ഡലി, ദോശ, പുട്ട്, അട, ലൂഞ്ഞാ നമ്മളെല്ലാം കൊടുത്തൂല്ലേ. നെയ്യപ്പം വരെ കൊടുത്തു നോക്കില്ലേ? കുഞ്ഞിപ്പെണ്ണിന് ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. കുഞ്ഞിപ്പെണ്ണിന്റേതായ ഒരു ലോക. സ്കൈ ബേബി എവിടെ? സ്കൈ ബേബി എവിടെ? കുഞ്ഞിപ്പെണ്ണിന്റെ ഫോട്ടോ മൊത്തം നമ്മൾ ഇവിടെ ആട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്ലേ ബട്ടൺ ഇവിടെ ഉണ്ട്, നമ്മുടെ 3 പേരുടെ ഫോട്ടോകളിലെല്ലാം ഇവിടെ ഉണ്ട്, കുഞ്ഞിപ്പെണ്ണിന്റെ ഫോട്ടോയും ഇവിടെ ഉണ്ട്. അപ്പൊ ഇനി കുഞ്ഞിപ്പെണ്ണിന് ഉറക്കാനുള്ള സമയം കേട്ടോ. തൊട്ടിലേക്ക് കിടന്നാലോ? തൊട്ടിലേക്ക് എത്തി ഒറ്റക്കന്നെ ഭയങ്കര ഇഷ്ടട്ടോ. ഇതാട പോലും അങ്ങനെ ഇതാട പോലും കുഞ്ഞിപ്പെണ്ണിന് ഭയങ്കര ഇഷ്ടാട്ടോ തൊട്ടിലേക്ക് കിടക്കാന്. ബാബോ അയ്യാ, ഇനി ഇച്ച ഒന്ന് നോക്കാൻ വേണ്ടിട്ട് അവൾക്ക് ഇവിടെ കിടന്ന് കൊറേ ഒച്ചപ്പാടൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് ഓർക്കട്ടെ കേട്ടോ. ഞാൻ ടാറ്റാ. അയ്യോടാ ടാറ്റാ. അയ്യോ, കൊറേ നേരം ടാറ്റ പറയുന്ന ആട്ടെന്ന് പറയുന്ന കേട്ടോ. കാലുണ്ടോ പുറത്തിട്ടേക്ക് നോക്ക്. കുഞ്ഞിപ്പട തൊട്ടി കിടന്ന ആളെ കണ്ടോ? റാംജി റാവു കിടക്കുന്ന പോലെ ഉണ്ടല്ലോ. കാല് പുറത്തിടണോ കേട്ടോ. ആണോ? കാലിങ്ങനെ പുറത്തിട്ട കുഞ്ഞിപ്പട കിടക്കുക. രാംജി റാവു ആണോ? കുഞ്ഞിപ്പെണ്ണ് തന്നെ പാട്ട് പാടി ഓർമ്മിക്കോളൂ കേട്ടോ. ഞാൻ പാട്ട് പാടുന്ന കേട്ടോ. കൊറേ നേരം തന്നെ പാട്ട് പാടിക്കോളൂ. ടാറ്റാ ടാറ്റാ.